ആന്തൂരിലെ CPM ഭീഷണിയിൽ ആദ്യമായി പ്രതികരിച്ചു പത്രിക പിൻവലിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് സ്വമേധയാണെന്നും ആരും ഭീഷണിപ്പെടുത്തിയില്ലെന്നും 26-ാം വാർഡിലെ നോമിനേഷൻ നൽകിയ കെ ലിവ്യ പറഞ്ഞു. തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന വാദം തെറ്റാണ്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴും താൻ വീട്ടിലുണ്ടായിരുന്നുവെന്നും ലിവ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതിൽ കോൺഗ്രസ് ആദ്യം തൊട്ട് പറയുന്നത് ലിവ്യയെ തട്ടിക്കൊണ്ടുപോയി CPM എന്നാണ്. തട്ടിക്കൊണ്ടുപോയോ? ഇല്ല തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായി. പത്രിക കുറെ നേരത്തെ നൽകി. പിന്നെന്താണ് ഈ സൂക്ഷ്മ പരിശോധന സമയത്ത് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇല്ല തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച ആരെങ്കിലും വന്നിരുന്നോ? പോലീസ് വന്നിനായിരുന്നു. അന്നേരം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പോലീസിനോട് വർത്താനം പറഞ്ഞിന്. നിങ്ങളെ പാർട്ടിക്കാർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. അതെന്തായിരിക്കും? അതറിയില്ല. എന്നാലും ഈ പത്രിക ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി ആവണമെന്ന് ആഗ്രഹിച്ച് തന്നെ ആയിരിക്കല്ലോ കൊടുത്ത്. പിന്നെന്തോ പിൻവലിച്ച്? പിന്നെ ഏട്ടനെല്ലാം എതിർത്ത് പിന്നെ ഞാനും വേണ്ട വെച്ചു. അത്രേ ഇല്ലു. ഏട്ടൻ എന്ന് പറയുന്നത് സഹോദരൻ CPM ആണോ? അല്ല നിങ്ങൾ ഈ കുടുംബപരമായിട്ടൊക്കെ ഈ കോൺഗ്രസ് അനുഭാവികൾ ഒക്കെ ആയിരിക്കല്ലോ? ഇല്ല, രണ്ടും ഉണ്ട്. എന്റെ ഇഷ്ടപ്രകാരനെ പിൻവലിച്ചത്. അത് തട്ടിക്കൊണ്ട് പോയിട്ട് ആക്കിയിട്ടൊന്നും ഇല്ല. അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും ഇനത്തിൽ സമ്മർദ്ദം ഉണ്ടായോ? ഇല്ല അങ്ങനെയൊന്നും ഇല്ല. കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞ എന്താണ്? ഇല്ല ഏട്ടൻ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ട പറഞ്ഞു. പിന്നെ അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഞാൻ തന്നെ വേണ്ട വെച്ചു. ആദ്യം 5-ാം പീടികയിൽ മാറ്റം ഉണ്ടാക്കണം, വാർഡ് മെമ്പർ ആവണം എന്നൊക്കെ കരുതിയിരുന്നോ? ഇല്ല ഇങ്ങനെ ഉണ്ട് പറഞ്ഞേരം അങ്ങനെ നിന്നതാ. കൗതുകം മാത്രമാണോ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വാർഡ് മെമ്പർ അങ്ങനെയുള്ള മോഹമൊന്നും ഇല്ലായിരുന്നു? ഇല്ല. എന്തായാലും ലിവ്യ പത്രിക പിൻവലിച്ചു. ഇതോടെ 5 വാർഡുകളിൽ ആന്തൂർ നഗരസഭയിൽ LDFന് എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ്. ആന്തൂരിൽ നിന്നും ബിജു ചെറുകുന്നത്തിനൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മത്സരിക്കണം, വിജയിക്കണം, മാറ്റമുണ്ടാക്കണമെന്നുള്ള മോഹത്തിൽ ലിവ്യ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. പക്ഷേ പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു. ലിവ്യ ആവർത്തിച്ച് 5 തവണ പറഞ്ഞത് എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, എനിക്കാരുടെയും ഭീഷണിയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോലീസ് എത്തുമ്പോൾ. എന്തുകൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നതിന് ബോധ്യപ്പെടുന്ന ഒരു മറുപടി ലിവ്യയ്ക്ക് പറയാൻ കഴിയുന്നില്ല. സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടായതിന്റെ പേരിലാണ് പിൻവലിച്ചതെങ്കിലും ഇനി ആണെങ്കിലും അല്ലെങ്കിലും എന്തുകൊണ്ട് പത്രിക കൊടുത്ത ഒരാൾ പിൻവലിച്ചു എന്നതിന് ബോധ്യപ്പെടാവുന്ന ഒരു മറുപടി പറയുന്നില്ല. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഭീഷണിയില്ല, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടിരിക്കട്ടെ.